നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തമായി ഒരു വീട് എന്നത് ഒട്ടുമിക്ക എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്ന് തന്നെയാണ്. വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും നിറയാനായി പല കാര്യങ്ങളും നാം ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. എന്നാൽ ചില വസ്തുക്കൾ വീട്ടിൽ വെക്കുന്നത് വളരെ ദോഷമായി തന്നെ ഭവിക്കുന്നതാണ്. അത്തരത്തിൽ മരം കൊണ്ടുള്ള ചില വസ്തുക്കൾ അല്ലെങ്കിൽ ഫർണിച്ചർ എന്ന് പറയാം, അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചില പ്രത്യേകതരം മരങ്ങൾ കൊണ്ടുള്ള വസ്തുക്കൾ ഭവനത്തിൽ സൂക്ഷിക്കുന്നത് അശുഭകരമായ ഗുണത്തെക്കാളേറെ അശുഭകരമായ ഫലങ്ങളായിരിക്കും നൽകുന്നത്. ഏതൊക്കെ മരങ്ങൾ കൊണ്ടുള്ള വസ്തുക്കളാണ് വീട്ടിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിലാദ്യത്തേത് തന്നെ പാലുള്ള മരങ്ങൾ, അതായത് തടിയിലും അതിൻ്റെ ഇലയിലുമൊക്കെ പാൽ പോലെ വെളുത്ത ദ്രാവകം ഉൽപ്പാദിപ്പിക്കുന്ന മരങ്ങളുടെ തടി ഉപയോഗിച്ചുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളോ ഇത് സൂക്ഷിക്കാൻ പാടുള്ളതല്ല വീട്ടിൽ. ഇത് വീട്ടിലെ നെഗറ്റീവ് എനർജി വർദ്ധിപ്പിക്കും എന്നാണ് വിശ്വസിച്ചു പോരുന്നത് വാസ്തുശാസ്ത്രപരമായി. അതുകൊണ്ട് പാലുള്ള മരങ്ങൾ, അത് ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ, ഫർണിച്ചറുകളായാലും അല്ലെങ്കിൽ വിഗ്രഹങ്ങളായാലും ഇവയൊന്നും ഭവനത്തിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. അടുത്തത് ബലഹീനമായ മരങ്ങൾ. ചില മരങ്ങളുണ്ടല്ലോ, അതിന് വലിയ ബലം കാണില്ല, അല്ലെങ്കിൽ അത് തന്നെ അത് തടി ഫർണിച്ചറായിട്ടൊക്കെ ഉപയോഗിച്ചാൽ പ്രശ്നമില്ല എന്ന് കരുതി നമ്മളത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ബലഹീനമായ തടികൾ ഉപയോഗിച്ചിട്ടുള്ള വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളാവട്ടെ, എന്ത് തന്നെയായാലും അത് ഭവനത്തിലേക്ക് വാങ്ങുവാൻ പാടുള്ളതല്ല. ഇത് ചിതലെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ ഇവ വീട്ടിൽ സൂക്ഷിച്ചാൽ അത് വാസ്തുദോഷം ഉണ്ടാക്കുകയും വീട്ടിൽ ധനനഷ്ടം ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ്. അടുത്തത് ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിനായി ഉപയോഗിച്ച മരങ്ങൾ. അവ അധികം വരുമ്പോൾ അത് ചിലപ്പോൾ അവർ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വിൽക്കുകയോ അല്ലെങ്കിൽ കാശ് കൊടുത്ത് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പൈസ ക്ഷേത്രത്തിലേക്ക് കൊടുത്തിട്ട് ചിലപ്പോൾ ചിലവർ വാങ്ങിച്ചുകൊണ്ട് പോകും. അധികം വന്ന എന്തെങ്കിലും ആവശ്യത്തിന് അധികം വന്ന തടി മറ്റുള്ളവ എന്തെങ്കിലും ആവട്ടെ, ക്ഷേത്രത്തിൽ നിന്ന് അങ്ങനെ കൊണ്ടുവരുന്ന തടിയാവട്ടെ എന്തെങ്കിലും വസ്തുക്കളാകട്ടെ, അതൊന്നും ഭവനത്തിലേക്ക്, അത് ചിലപ്പോൾ ക്ഷേത്രത്തിൽ നമ്മളോട്, അതുപോലെ തന്നെ ചെടികളാവട്ടെ, ചെടികളൊന്നും ഭവനത്തിൽ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് നടാനോ അല്ലെങ്കിൽ അവിടുന്ന് തരുന്ന തടി, മരത്തടി എന്തെങ്കിലും ഉപയോഗിച്ചതിന് ശേഷം അത് ബാക്കി വരുന്നത് നമുക്ക് തരുന്നത് ഒന്നും ഭവനത്തിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ക്ഷേത്രത്തിൽ നിന്ന് ചെടികളാവട്ടെ തൈകളാവട്ടെ ഒന്നും കൊണ്ടുവന്ന് നമ്മുടെ ഭവനത്തിൽ വയ്ക്കുവാനും പാടുള്ളതല്ല.